ഹായ് കുട്ടികളെ, നമുക്ക് പ്രൊജക്റ്റൈൽ മോഷൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. ഇത് 2017 ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം വായിക്കാം. ഫ്രം ദ ഗ്രൗണ്ട് എ പ്രൊജക്റ്റൈൽ ഈസ് പ്രൊജക്റ്റൈൽ ഈസ് ഫയർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ഏത് ആംഗിളിലാണ് അത് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്? 60 ഡിഗ്രിയിൽ. 60 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ. ചിലപ്പോൾ ഓർത്തോണേ, ചിലപ്പോൾ വെർട്ടിക്കലൊക്കെ ചോദിക്കാം. നോർമലി ഹൊറിസോണ്ടൽ തന്നെ തരത്തുള്ളൂ, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. വിത്ത് ദ സ്പീഡ്, അതിൻ്റെ ഇനീഷ്യൽ സ്പീഡാണ് തന്നേക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ടേക്ക് ജി ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ഹൊറിസോണ്ടൽ റേഞ്ച്, നമ്മളോട് റേഞ്ചാണ് ചോദിച്ചേക്കുന്നത് ഓഫ് ദ പ്രൊജക്റ്റൈൽ. അപ്പം നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞ ദിവസം പറയാൻ വിട്ടുപോയി. ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് നമ്മളിപ്പം ഒരു പ്രൊജക്റ്റൈൽ മോഷൻ, ഒരു ബോഡി പ്രൊജക്റ്റൈലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u0, തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ ഈസ് തീറ്റ. ഇത് നമ്മുടെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഇവിടെയാണ് മാക്സിമം ഹൈറ്റ് വരിക, അതായത് ഹൈറ്റ്. പിന്നെ ഇതെന്ന് പറയുന്നതാണ് അതിൻ്റെ റേഞ്ച്. പിന്നെ ഇത് തൊട്ട് ഇതുവരെ വരുന്ന ടൈമാണ് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 2u² സൈൻ തീറ്റ, അതായത് സൈൻ തീറ്റ 0 എന്ന് വെച്ചാൽ ഇനിഷ്യൽ തീറ്റ ബൈ ജി. പിന്നെ എച്ച് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u0 സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2g. ആർ എന്ന് പറയുന്നത് u² സൈൻ 2 തീറ്റ ബൈ ജി. അപ്പോൾ ഈ 3 ഇക്വേഷൻ നിങ്ങൾ എന്തായാലും തറവായിട്ട് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. പിന്നെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിള് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ. അപ്പോൾ തീറ്റ നമുക്ക് തന്നു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? സ്പീഡ്, ഇനിഷ്യൽ സ്പീഡ് u0 എന്ന് പറയുന്നത് നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെ ചോദിച്ചേക്കുന്നത് ജി നമുക്ക് എളുപ്പത്തിന് പറഞ്ഞിട്ടുള്ളത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഞ്ചാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ റേഞ്ച് ഈസ് ഈക്വൽ ടു എത്ര ഇക്വേഷൻ? ഇനിഷ്യൽ വെലോസിറ്റി സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഇനിഷ്യൽ എത്രയാണ് നമുക്ക് കിട്ടിയ? 20 ഇൻറ്റു 20 ഇൻറ്റു സൈൻ 2 തീറ്റ എത്രയാ? 2 ഇൻറ്റു 60 അല്ലേ, ഡിവൈഡഡ് ബൈ 10 പറഞ്ഞിട്ടുണ്ടല്ലോ. 10 നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 വന്നു. അപ്പോൾ 2 ഇൻറ്റു 2 40 സൈൻ എത്രയാണ് വന്നത്? 120. അപ്പോൾ സൈൻ 120 നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 40 ഇൻറ്റു സൈൻ 180 മൈനസ് 60. ഇതാ കിട്ടുമല്ലോ, നമുക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റൂ. അപ്പോൾ സൈൻ 180 മൈനസ് 60 എന്ന് പറഞ്ഞാൽ എത്ര വരും? സൈൻ 0 90 180 സൈൻ 0 സൈൻ 91 ആണ്. 180 എന്ന് പറയുന്നത് 0. അപ്പോൾ 0 to 1 പ്ലസ് പോസിറ്റീവ് ഇവിടെ എങ്ങാണ്ടല്ലേ വരുന്നത് ആംഗിൾ. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ സൈൻ 180 മൈനസ് 60 എന്നുള്ളതിനെ നമുക്ക് സൈൻ 60 എന്ന് എഴുതാം. അതേസമയം ഈ നെഗറ്റീവ് 180 ഇങ്ങോട്ട് വല്ലതുമാണ്, പ്ലസ് ആണ് വന്നിരുന്നത്. 180 മൈനസ് അല്ല എന്തെങ്കിലും മൈനസ് വന്നിട്ട് ഈ ക്വാഡ്രന്റിലാണ് വന്നിരുന്നെങ്കിൽ നമ്മളതിനെ മൈനസ് ആക്കേണ്ടി വന്നേനെ. അപ്പോൾ സൈൻ 180 മൈനസ് 60 സൈൻ 60. ഇനി സൈൻ 60 എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മുടെ മറ്റേ സ്ഥിരം ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കാം. ദിസ് വൺ അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് √3 1 2. അപ്പോൾ സൈൻ 60 ആണ് നമുക്ക് വേണ്ടത്. സൈൻ 60 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. അതെങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 40 ഇൻറ്റു √3/2. ഈ 2ഉം ഈ 40 ക്യാൻസൽ ചെയ്ത് പോകും. 20 വന്നു. അപ്പോൾ എത്ര വന്നു? 20 √3. ഇത്ര എന്തോ ഉള്ളത്? റേഞ്ചാണ്. അപ്പോൾ അത്രയും മീറ്റേഴ്സ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് ആൻസർ തന്നിട്ടുണ്ടോ? ഓക്കെ, സി ആണ് ഇതിൻ്റെ ആൻസർ. സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. പിന്നെ ജസ്റ്റ് സൈൻ ഈ 2 തീറ്റ വരുന്നതുകൊണ്ട് ചിലപ്പം തീറ്റയുടെ വാല്യൂ ഇച്ചിരി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇപ്പോൾ സൈൻ 90 മൈനസ് സംതിങ് ആയിരുന്നെങ്കിൽ നമുക്ക് കോസ് എന്ന് എഴുതായിരുന്നു. സൈൻ 180 ആയതുകൊണ്ട് അത് സൈൻ തന്നെ. അങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻസേ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതൊന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ഇനിഷ്യൽ v0 തന്നു. ജി എളുപ്പത്തിന് 9.81 പകരം 10 ഇട്ടു. ക്യാൻസൽ ചെയ്യാൻ എളുപ്പമുണ്ട്.
ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇക്വേഷൻസ് നിങ്ങൾ ഇതുപോലെ തന്നെ സൈഡിൽ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക. കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് കഴിയുമ്പോൾ ഇത് പഠിച്ചോളും. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യാം. 2025 തന്നെ അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാം. അടുത്തത് 2025 ഒരു പ്രോബ്ലം ആണ്. ലാസ്റ്റ് ഇയറിൽ വെൻ എ ക്രിക്കറ്റർ, ഈസി പ്രോബ്ലം ആണ്, ഹിറ്റ്സ് എ ബോൾ അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി, ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി, വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. The ball falls on ground at a distance of 160 meters. If he hits the ball at the same angle with an same angle ആണ് പറഞ്ഞിരിക്കുന്നത്, with an initial velocity of 50 meter per second, the ball will fall at a distance of അന്നേരത്തെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. ഒരു സെയിം ക്രിക്കറ്റർ ആണ്. അങ്ങേര് എന്ത് ചെയ്തു, ആദ്യം ഒരു ബോൾ, ക്രിക്കറ്റൊക്കെ കാണുന്നവർക്കറിയാം, ആദ്യം അങ്ങേര് ഒരു 45. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് 1 θ1 പറഞ്ഞേക്കുന്നത് എത്രയാ, ഇനിഷ്യൽ ആംഗിൾ 45 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് അവർ u0, അത് എത്ര പറഞ്ഞിട്ടുണ്ട്, 40 u0 of 1. അപ്പോൾ u1 എന്ന് ഞാൻ എഴുതാം, u1 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം അത് ഫോൾസ് ഓൺ ഗ്രൗണ്ട്, അറിയാമല്ലോ, ഇങ്ങനെ പോയി താഴേക്ക് വന്നു. അപ്പം ഇത് ഡിസ്റ്റൻസ്, റേഞ്ച് ആണ് നമുക്ക് തന്നേക്കുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് 160 മീറ്റേഴ്സ്, അതും തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കേസ് 2ൽ അയാൾ എന്ത് ചെയ്തു, വേറൊരു ബോൾ, ഇഫ് ഹിറ്റ്സ് എ ബോൾ അറ്റ് ദ സെയിം ആംഗിൾ. അപ്പോൾ θ2 എത്രയാ പറഞ്ഞേക്കുന്നത്, 45 ഡിഗ്രി ആണ്. സെയിം ആംഗിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി, അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ബോൾ എവിടെ പോയി വീഴും? അപ്പം നമുക്ക് ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ. എന്താ നമ്മുടെ ഇക്വേഷൻ? റേഞ്ചിൻ്റെ ഇക്വേഷൻ എഴുതാം. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി സ്ക്വയർ സൈൻ 2θ/g. അപ്പോൾ ഇതെല്ലാം 0 അല്ലേ, അപ്പോൾ നമുക്ക് ജി പിന്നെയും നമുക്ക് 10 ആയിട്ട് തന്നെ എടുക്കാം. u0 സ്ക്വയർ എത്ര, u0 ഇതിലെല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് വെച്ചങ്ങ് എടുക്കാം. u0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 × 50 അല്ലേ, സൈൻ 2θ എന്ന് പറഞ്ഞാൽ എത്ര വരും, 2 × 45 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര വന്നു, 10 ഒരു 0 ക്യാൻസൽ ചെയ്യാം. അപ്പം 250 സൈൻ 90, 2 × 45. സൈൻ 90യുടെ വാല്യൂ എത്രയാ, 1. അപ്പോൾ ദാറ്റ് ഗോസ് ടു 1 അല്ലേ. അപ്പോൾ 250 × 1 = 250 മീറ്റേഴ്സ്. കണ്ടോ എത്ര സിമ്പിളാണ് ഈ പ്രോബ്ലം. ഇതൊക്കെ നമുക്ക് കുറേ തന്നിട്ടുണ്ട്, ഈ ആറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പം നമ്മൾ കേസ് 1 എടുക്കുക, കേസ് 2 എടുക്കുക, പറഞ്ഞിരിക്കുന്നത് സെയിം ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾ സെയിം ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ആദ്യം അങ്ങനെ ഇച്ചി സ്ലോ ബോളർ എന്നൊക്കെ പറയത്തില്ലേ, ചെറിയ വെലോസിറ്റിയിലാണ് ആദ്യം എറിഞ്ഞത്. നെക്സ്റ്റ് എറിഞ്ഞപ്പം അത് ഇത്തിരി കൂടെ വെലോസിറ്റി കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്, റേഞ്ച് ഇച്ചിരി ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടിയപ്പോൾ ആ വെലോസിറ്റി 160ൽ നിന്നും 100 മാറി, അതായത് 250ലേക്ക് മാറി. ഓൾമോസ്റ്റ് 90 മീറ്റേഴ്സ് കൂടെ നീളത്തിൽ അങ്ങ് എത്തി. അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ പ്രോബ്ലം അല്ലേ. ഈ 3 ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിക്കുക, എന്നിട്ട് ഈ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം മതി, പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുണ്ട് 2025 തന്നെ നെക്സ്റ്റ് പ്രോബ്ലം ഉണ്ട്, അതും ചെയ്യാം. അടുത്ത പ്രോബ്ലം ഇതുപോലെ തന്നെ 2025 തന്നെ പ്രോബ്ലം ആണ്. നോക്കാം. ഇഫ് 2 bodies are projected with an angle of projection θ and 90 - θ, 2 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിലത്തേൻ്റെ തീറ്റയും സെക്കൻഡ് വൺ 90 - θയുമാണ്. വിത്ത് ദ സെയിം സ്പീഡ്, ഇനിഷ്യൽ വെലോസിറ്റി രണ്ടിനും സെയിം ആണ്. ദെൻ ദ റേഷ്യോ ബിറ്റ്വീൻ ദർ ടൈം ഓഫ് ഫ്ലൈറ്റ് T1 and T2. T1 and T2 ആണ് നമ്മളോട് ചോദിച്ചത്. തന്നിരിക്കുന്നതൊക്കെ എഴുതാമല്ലോ. അപ്പോൾ ഫസ്റ്റ് കേസിൽ കേസ് എ ഇതിലെന്താ ഇനിഷ്യൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് u0 എന്ന് പറയുന്നത് u ആണ്, അറിഞ്ഞില്ലല്ലോ. ഇനി കേസ് ബിയിൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഓഫ് ബി, തീറ്റ ഓഫ് എ, u of a.
തീറ്റ ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത് 90 മൈനസ് തീറ്റ 90 മൈനസ് തീറ്റ. യു ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് സെയിം സ്പീഡാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് യു തന്നെ എടുക്കാം, അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 2u0 സൈൻ തീറ്റ 0 ബൈ ജി. ഞാനിവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഇത് ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും മനസ്സിൽ പതിയുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2u0 സൈൻ തീറ്റ ബൈ ജി. അപ്പം നമ്മുടെ ഇതിൻ്റെ കേസിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ടി ഓഫ് 1 and 2. അപ്പം നമ്മുടെ കേസിൽ എ ബൈ ടി ഓഫ് ബി ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ റേഷ്യോ? അപ്പം ടി എ എന്താ വരിക, ടി എ ഈക്വൽ ടു 2 ഇൻറ്റു u0 എത്ര, യു തന്നെ, സൈൻ തീറ്റ ബൈ ജി. ടി ഓഫ് ബി എന്ന് പറയുന്നത് 2u തന്നെ, സൈൻ എഴുതാം, ടി ബി എന്ന് പറയുന്നത് 2u സൈൻ 90 മൈനസ് തീറ്റ ബൈ ജി. അപ്പം നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. ടി എ ബൈ ടി ബി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി ഡിവൈഡഡ് ബൈ 2u സൈൻ 90 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ ഈ ജി ക്യാൻസൽ ചെയ്യാം, ഈ 2u ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വന്നത്, സൈൻ തീറ്റ ബൈ സൈൻ 90 മൈനസ് തീറ്റ, 90 ആണ്, സൈൻ 90 മൈനസ് തീറ്റ. ഇനി സൈൻ 90 മൈനസ് തീറ്റ എന്താ, കോസ് തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റേൻ്റെ വാല്യൂ എന്താ, ടാൻ തീറ്റ. ഇതാണ് ആൻസർ, സിമ്പിൾ. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇതേമാതിരിയുടെ ഏത് പ്രോബ്ലം ചെയ്യാം, ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ. ഓക്കെ, ടാൻ തീറ്റയാണ് ആൻസർ. അതാ ഇവിടെയുണ്ട്, സിമ്പിൾ. നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുക, സെക്കൻഡ് കേസ് എടുക്കുക, ഈ ഇക്വേഷൻ ഓർമ്മ വയ്ക്കുക. ടി എഫ് എന്ന് പറയുന്നത് 2u0 സൈൻ തീറ്റ 0 ബൈ ജി, അല്ലെങ്കിൽ 2u നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചാൽ മതി, 2u സൈൻ തീറ്റ ബൈ ജി എന്ന് പഠിച്ചാലും മതി. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, എത്ര ടൈം അത് ട്രാവൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ പോകാനുള്ള ടൈമാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഡിവിഷൻ, അതിൻ്റെ പ്രപ്പോർഷൻ, അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്, ടി എ ബൈ ടി വി. അപ്പോൾ എ നമുക്കറിയാം, എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കി വന്നത് ഇത്രയേ ഉള്ളൂ, തീറ്റയും 90 മൈനസ് തീറ്റയും. സൈൻ തീറ്റ സൈൻ 90 ബൈ തീറ്റ, 90 മൈനസ് തീറ്റ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും സാധനമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിനും ഇങ്ങനെയൊക്കെ വരും, അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ വേറെ ഫിഗേഴ്സ് വെച്ചിട്ടാണല്ലോ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. അടുത്തത് 2016 ഒരു പ്രോബ്ലം ആണ്. എ ബോഡി ഈസ് ത്രോൺ അപ്പ് വിത്ത് എ സ്പീഡ് യു, ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്, അറ്റ് ആൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ. ഇഫ് ദ സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ ബിക്കംസ് u by √2 on reaching the maximum height, the maximum vertical height attained by the projectile. ഇതാണ് പ്രോബ്ലം. നമുക്ക് നോക്കാം. ഒരു ബോഡി ഇങ്ങനെ പോയിട്ടുണ്ട്, അതിലെന്താ പറഞ്ഞേക്കുന്നത്, വിത്ത് ഇനീഷ്യൽ സ്പീഡ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് യു ആൻഡ് ആംഗിൾ ഈസ് തീറ്റ. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ. ഇനി എന്ത് ചെയ്തു, മാക്സിമം ഹൈറ്റ്, ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് വിചാരിക്കുക, എച്ച് മാക്സ്. ആ മാക്സിമം ഹൈറ്റിൽ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു, ഇതിലെപ്പോഴും ഹൊറിസോണ്ടൽ സെയിം, ഇവിടെ വന്നിട്ട് വെർട്ടിക്കൽ ഇല്ല. മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല, ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് സെയിം എവരിവെയർ. അപ്പം ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്, u by √2. അപ്പം ഇതൊന്നും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എത്ര, ഇതിൻ്റെ u cos തീറ്റ, അത് എല്ലായിടത്തും സെയിം ആയിരിക്കും, മറ്റിടത്ത് വെർട്ടിക്കൽ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം u cos തീറ്റ ഇസ് ഈക്വൽ ടു
u/√2. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. അതായത് എച്ച് മാക്സിൽ മാക്സിമം ഹൈറ്റിൽ ഇതിൻ്റെ u എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും, ഈ പാത്തിൻ്റെ ടാൻജൻറ്റ്. ഇവിടെ ടാൻജൻറ്റ് വരുന്നത് എക്സാക്ട്ലി ഹൊറിസോണ്ടൽ ആയിട്ടാണ്, അവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഏത് പോയിന്റിൽ എടുത്താലും ഈ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എല്ലായിടവും ഈ സെയിം ആയിരിക്കും. എന്താണോ എടുക്കുന്നത് അതെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ u cos തീറ്റയും ഈ u/√2ഉം സെയിം ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ എത്ര വരും? u നമുക്ക് ക്യാൻസൽ ചെയ്യാം. കോസ് തീറ്റ ഈസ് 1/√2. അപ്പോൾ കോസ് തീറ്റ 1/√2 ആണെങ്കിൽ നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അതറിയാത്തവർ മാത്സ് ഒന്ന് നോക്കുക, വളരെ സിമ്പിളാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. അത് കിട്ടി. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഇതിൽ നോക്കുക. എച്ച് മാക്സ് എന്ന് പറയുന്നത് u0 sin തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ഇതിൽ u0 എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് sin 45, അതിന് രണ്ടിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ജീൻ്റെ ഒന്നും വാല്യൂ വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. u² sin 45ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് sin 45 1/√2. ഇനി 1/√2ൻ്റെ സ്ക്വയർ അങ്ങ് എഴുതിയേക്കാം. സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ u ഡിവൈഡഡ് ഇൻറ്റു 1/2. ഇത് sin 45ൻ്റെ 1/2 ആണ്. sin 45 ഹോൾ സ്ക്വയറിൻ്റെ 1/2, ബാക്കിയുള്ള 2g. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. sin 45ൻ്റെ സ്ക്വയർ ആണിത്. ഇനി ഇത് നോക്കിയാൽ മതിയല്ലോ. എന്ത് വരും? u²/4g. ആൻസർ കിട്ടിയല്ലോ. ഇപ്പോൾ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് ഒബ്റ്റൈൻഡ് ബൈ ദാറ്റ് പ്രൊജക്റ്റൈൽ, ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് u²/4g ആയിരിക്കും. u²/4g ഇവിടുത്തെ ഹൈറ്റ് അത് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക, പഠിക്കുക. എന്തെങ്കിലും തിയറി പ്രോബ്ലംസ് ഒക്കെ വല്ലപ്പോഴേ വരാറുള്ളൂ. ബട്ട് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ഇതേമാതിരി മോഡലിലേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അത് പറയുക. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം. ബാക്കി നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.